മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മോഹിനി മഹാലക്ഷ്മിയെ കാണാൻ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ബലമായി പിടിച്ച് മോഹിനിയെ മുറിയിലിട്ട് അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം പ്രതാപൻ മോഹിനിയാണെങ്കിൽ ഒരുപാട് മർദ്ദിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ പുറത്തു നിന്ന് സന്തോഷത്തോടു കൂടി അവൾക്ക് അങ്ങനെ കൊടുക്കടാന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മിയും ലേഹയും കൂടി അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം മഹാലക്ഷ്മി ലേഹയോട് പറയുന്നുണ്ട്, അമ്മ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയെ കണ്ടില്ലല്ലോ, എന്തായാലും അമ്മ വീട്ടിലോട്ട് വരില്ല, ഇവിടെ വെച്ചെങ്കിലും അമ്മയെ കാണാൻ പറ്റുമല്ലോ. ആ സമയത്ത് ലേഹ പറയുന്നുണ്ട്, മഹിയുടെ അമ്മയ്ക്ക് വീട്ടിലേക്ക് വന്നൂടെ, വേണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാമല്ലോ, ഇനിയിപ്പോൾ ഇവിടെ വെച്ച് അമ്മേനെ കാണേണ്ട കാര്യമില്ലല്ലോ, വീട്ടിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ദിവസം ഒരുമിച്ച് താമസിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും വരില്ലല്ലേ, എന്തായാലും ഇവിടെ വെച്ചെങ്കിലും അമ്മയെ കാണാൻ പറ്റുമല്ലോ, ഇനിയിപ്പോൾ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടാനച്ഛനും മുത്തശ്ശിയും കൂടി എന്നെ ആവശ്യമില്ലാത്തത് കഴിയും, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകണില്ല, ഇവിടെ വെച്ച് അമ്മയെ കാണാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മോഹിനി അവിടെ ഇരിക്കുന്നത് മഹാലക്ഷ്മി കാണുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മി ഇതേ അമ്മയല്ലേ ഇരിക്കണേന്നും പറഞ്ഞ് മോഹിനിയുടെ അടുത്തേക്ക് വന്നതും മോഹിനി മോളേന്നും പറഞ്ഞുകൊണ്ട് കരയുണ്ട്. ആ സമയത്ത് എന്ത് പറ്റി അമ്മയുടെ മുഖത്ത് എന്താ ഈ പാട് കാണുന്ന, ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ മോളെ കാണാൻ വരാൻ വേണ്ടി ഇറങ്ങിയതാ. ആ സമയത്ത് പ്രതാപേട്ടനും അമ്മയും കൂടി എന്നെ തടഞ്ഞു, അമ്മ എന്നെ ഒരുപാട് പിടിച്ചു വലിച്ചു, അപ്പം ഞാനും അമ്മയായിട്ട് വാക്കേറ്റം ഉണ്ടായി. ആ സമയത്ത് പ്രതാപേട്ടനും അമ്മയും കൂടി എന്നെ ബലമായി പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ട് പ്രതാപേട്ടൻ എന്നെ ഒരുപാട് മർദ്ദിച്ചു മോളേന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയാൾക്ക് ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ, ഞാൻ പല പ്രാവശ്യം അയാളെ താക്കീത് ചെയ്തതാ എൻ്റെ അമ്മയുടെ നേരെ കൈ ഉയർത്തരുതെന്ന്, എന്നാലും അമ്മേനെ ഇതിന് മാത്രം തല്ലാൻ അമ്മ എന്തിനാ അമ്മയെ നിന്ന് കൊടുത്ത്, അമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോന്നുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ മോളെ, എന്നെ റൂമിൽ പൂട്ടിയിട്ടിട്ടല്ലേ തല്ലിയത്, പിന്നെ ഞാൻ അവരുടെ കണ്ണ് വെട്ടിച്ച ഒരു പ്രകാരം പുറത്തിറങ്ങി പോകുന്നതാണ്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്നാലും ഇതുപോലെ തല്ലിച്ചതയ്ക്കാൻ അവർക്കൊരു മനസാക്ഷിയില്ലേ, ആ അന്നും ഒരു സ്ത്രീയല്ലേ, അവരെങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറയുമ്പം അത് ലേഖയ്ക്ക് അറിയാത്തതുകൊണ്ടാണ് മുത്തശ്ശിക്കും അച്ഛനും അമ്മേനെ എന്നെ ഉപദ്രവിക്കണമെന്നൊരു ഹരം, എന്നെ അമ്മേനെയും അയാൾ ഉപദ്രവിക്കുമ്പം മുത്തശ്ശി അത് കണ്ട് ചിരിക്കുകയുള്ളൂ, കരുണയും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഞാനിതിങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, ഈ അമ്പലത്തിൻ്റെ നടയിൽ വെച്ചാൽ ഞാൻ പറയണേ എൻ്റെ അമ്മയെ ദ്രോഹിച്ചവരെ ഞാൻ ജയിലിൽ കയറ്റുമെന്ന്. അങ്ങനെ മഹാലക്ഷ്മി മോഹിനിനെയും വിളിച്ചുകൊണ്ട് ലേഖയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ അവളെ കാണുന്നില്ലല്ലോ, അവൾ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പം അവളെവിടെയെങ്കിലും പോയി തൊലയട്ടെ അമ്മ, നമ്മളതിനത് അന്വേഷിക്കണേന്ന് പറയുമ്പം അങ്ങനെയല്ലടാ പ്രതാപ, എനിക്കാണെങ്കിൽ ഇന്ന് ഒരു പ്രത്യേക ഭയം പോലെ ഉള്ളിൽ കിടന്ന് എന്തോ ഒരു പേടി പോലെ, എന്തായാലും അവളിനി വല്ല പോലീസിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയതായിരിക്കുമോടാ. ആ സമയത്ത് അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല, ഇതിനു മുമ്പ് എത്രയോ വട്ടം നമ്മളിങ്ങനെ അവളെ ഉപദ്രവിച്ചേക്കണു, അന്നൊന്നും അവൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയില്ലല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെയല്ലല്ലോടാ, അവക്കടെ മോൾക്ക് ഭയങ്കര കാശും സെറ്റപ്പൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ അവളുടെ മരുമോനും നല്ല കാശുകാരനല്ലേ എന്ന് ചോദിക്കുമ്പം അമ്മ എന്തൊക്കെയായി പറയണേ, ഇനി അവളെ എന്ത് ചെയ്താലും കണ്ണൻ അതിൽ ഇടപെടുകയൊന്നുമില്ല, പിന്നെ മഹാലക്ഷ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മഹാലക്ഷ്മിക്ക് സഹായത്തിനുണ്ടായിരുന്നത് മാർക്കോയല്ലേ, അവനാണെങ്കിൽ ഇപ്പം ഗുരുതരാവസ്ഥയിൽ ആസ്പത്രി കിടക്കുക, അതുകൊണ്ട് അമ്മ പേടിക്കുകയൊന്നും വേണ്ടാന്ന്. ആ സമയത്ത് വീണ്ടും ഈ പ്രതാപൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ പോലെ തോന്നിയിട്ട് പറയുന്നുണ്ട്, എന്നാലും ഒരു സമാധാനം ഇല്ലാത്ത പോലെയുടെ പ്രതാപമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ലേഹയും മോഹിനിയും കൂടി അനന്തുവിൻ്റെ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് അനന്ത് അവിടെ നിൽക്കുന്നുണ്ട്. അനന്ത് വന്നിട്ട് ആ അമ്മയും വന്നോന്നും ചോദിച്ച് അടുത്തേക്ക് വന്ന സമയത്ത് മോഹിനിയുടെ മുഖത്തെ പാടുകളും ചുണ്ട് പൊട്ടിയിരിക്കണയൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മഹി അമ്മയ്ക്ക് പറ്റിയ, അമ്മ എവിടെയെങ്കിലും വീണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം അനന്ത് കേട്ടോ, ആദ്യം അമ്മ അകത്തേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് ലേഹയും മഹാലക്ഷ്മിയും കൂടി മോഹിനിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അകത്തേക്ക് ചെന്നതും മഹാലക്ഷ്മി ലേഖയോട് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ലേഖയെന്നും പറഞ്ഞ് ലേഖ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി അനന്തുവിനോട് പറയുന്നുണ്ട്, അതെ എൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും കൂടി അമ്മയെ ഉപദ്രവിച്ചതാണ്, മുറിയിൽ പൂട്ടിയിട്ടിട്ട് അമ്മയെ ഇങ്ങനെ ഉപദ്രവിച്ചത്, എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അനന്ത് കേട്ട, എന്തായാലും ഇതൊരു ഗാർഹിക പീഡനമല്ലേ, അതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കണം, അവരെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല, കുറച്ച് ദിവസം അമ്മയും മോനും ജയിലിൽ കിടക്കട്ടെ എന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അത് ശരിയാ, എന്തായാലും ഞാൻ കണ്ണനെ വിളിച്ച് വിവരം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനന്ത് ഫോണെടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. സമയത്ത് കണ്ണൻ ഫോൺ എടുത്തിട്ടും എന്താണ് അനന്തു എന്ന് ചോദിക്കുമ്പം കണ്ണ നീ ഇവിടെ വരെ ഒന്ന് വരണം, ഒരു പ്രശ്നമുണ്ടെന്ന്. ആ സമയം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ മഹിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഹിയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, നീ നേരിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരാൻ പറയണു. അങ്ങനെ കണ്ണൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അനന്തു
മഹീനോടും മോഹിനിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പം തന്നെ കണ്ണൻ വരും, കണ്ണൻ വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരാണ്. ആ സമയത്ത് അകത്തേക്ക് കയറി വന്നതും മോഹിനിയുടെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോൾ കണ്ണന് ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്നാലും അവരെങ്ങനെയാണ് അമ്മയെ ഇത്രയും ദ്രോഹിച്ചത്, അമ്മ എന്തിനാ അതിന് നിന്നു കൊടുത്തേന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് മോനെ, എന്നെ റൂമിലിട്ട് അടച്ചിട്ടല്ലേ പ്രതാപേട്ടൻ എന്നെ മുന്നേ ഉപദ്രവിച്ചത്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, പിന്നെ അമ്മ എവിടെ നിന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണിപ്പെടാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമായിരുന്നു, ഇപ്പോൾ അവരെന്നെ അന്വേഷിച്ച് തുടങ്ങി കാണും, എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നു എന്നൊന്നും വിചാരിച്ച് കാണൂല, ഞാൻ അമ്പലത്തിലൊക്കെ പോയേക്കാന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇതിങ്ങനെ വിടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം, ആ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും ഒരു പാഠം പഠിപ്പിക്കണം. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ മോനെ, അതൊക്കെ വലിയ പ്രശ്നമാവൂലേ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല അമ്മ, ഒരു പ്രശ്നമാവില്ല, ഇനി അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം, അതുമാത്രമല്ല ഇനി അമ്മ ഒരിക്കലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ വേണ്ട, അമ്മ എൻ്റെ കൂടെ ഇവിടെ താമസിച്ചു. ആ സമയത്ത് ലേഖ്യം പറയുന്നുണ്ട് അത് മഹി പറഞ്ഞത് ശരിയാ, അമ്മയ്ക്ക് മഹിയുടെ കൂടെ ഇവിടെ താമസിക്കാമല്ലോ, ഇനിയിപ്പോൾ മഹിയുടെ പ്രസവം കഴിയുന്നവരെയും എന്തായാലും മഹിക്ക് അമ്മയുടെ തുണയുണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്ന്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു SIയുടെ അടുത്തേക്ക് കണ്ണനും അനന്തും മഹാലക്ഷ്മിയും കൂടി മോഹിനിനെ കൊണ്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും എന്താ കണ്ണാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് തരാനുണ്ടായിരുന്നു, അമ്മയെ കണ്ടില്ലേ, അമ്മയെ ആ പ്രതാപൻ്റെ അമ്മയും കൂടി ഒരുപാട് മർദ്ദിച്ചു, അതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് തരാനാണ് വന്നതെന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട് അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ വിശദമായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് എഴുതി തന്നേരെ, ഞാനിപ്പോൾ തന്നെ അതിന് വേണ്ട നടപടികളൊക്കെ എടുത്തോളാം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അവരെ വെറുതെ വിടരുത് സാർ, കുറേ നാളായി അവരിങ്ങനെ അമ്മയെ ഉപദ്രവിക്കൽ തുടങ്ങിയിട്ട്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും അമ്മയെ ഈ മാതിരി ഉപദ്രവിച്ചപ്പോൾ അവരങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട് അല്ലെങ്കിലും അവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല, ഞാൻ ഇന്ന് തന്നെ രണ്ടെണ്ണത്തിനെയും പോയി കസ്റ്റഡിയിൽ എടുത്തോളാമെന്ന്. അങ്ങനെ അവർ കംപ്ലൈൻ്റൊക്കെ കൊടുത്തിട്ട് നേരെ അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ ഒരനക്കവും ഇല്ലാതെ തന്നെ കിടക്കാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ച് പോയതിന് ശേഷം സീമന്തിനി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ എൻ്റെ മോനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ അവന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, പക്ഷേ ആ മാർക്കോ ഇവനേക്കാളും ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ എത്തിയത്, പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ റിക്കവറായി, അതൊക്കെ ദൈവത്തിൻ്റെ ഓരോരോ ഇടപെടല. എന്തായാലും മാർക്കോയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയാൽ നിങ്ങളുടെ മകൻ ഇപ്പോഴും ഗുരുതരാവസ്ഥ തന്നെയാണ്, ഇനി എന്നവൻ സാധാരണ ജീവിതത്തിലേക്ക് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ ഒരു കിടപ്പ് തന്നെ കിടന്നു വരാമെന്ന്. ആ സമയത്ത് സീമന്തിനെ കരയുമ്പം ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും കണ്ണനെയും മാർക്കോയെയൊക്കെ കൊല്ലാൻ നിങ്ങളും കൂടിയല്ലേ മകനെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നത്, അന്ന് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ, ഇപ്പം എന്തേ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് മനസ്സിലാലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ഇനി ദൈവം കനിയണം, അവനൊക്കെ എന്തെങ്കിലും മാറ്റം സംഭവിക്കണമെങ്കിലും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് സീമന്തിനെ ആണെങ്കിൽ സങ്കടത്തോടുകൂടി തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ വീട്ടിലേക്ക് ഒരു പോലീസ് ജീപ്പ് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപനാണെങ്കിൽ മുൻവശത്ത് നിൽക്കുന്നുണ്ട്. പോലീസ് ജീപ്പ് കണ്ടതും പ്രതാപൻ വേഗം തന്നെ ഇറങ്ങി വന്നിട്ട് എന്താ സാറേ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം, താനെ ആദ്യം ജീപ്പിലോട്ട് കയറുമെന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ സാറേ ജീപ്പിലോട്ട് കയറണേന്ന് ചോദിക്കുമ്പം തനിക്കും തൻ്റെ അമ്മയ്ക്കും എതിരെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, മോഹിനി എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യയെ ദേഹോപദ്രവം ചെയ്തു എന്നും പറഞ്ഞു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അത് ആരാ പറഞ്ഞത് സാറേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവൾ വെറുതെ നുണ പറയണയാന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട് താൻ മിണ്ടരുത്, അതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഞങ്ങൾ പൊട്ടന്മാരൊന്നും അല്ല, ഞങ്ങൾ വെറുതെ യൂണിഫോം ഇട്ടേക്കണേ അല്ലാതെ തനിക്കറിയാലോ, എന്തായാലും അവരുടെ ദേഹം മുഴുക്കെ താൻ ഉപദ്രവിച്ചതിൻ്റെ പാടുകളുണ്ട്, മുഖമൊക്കെ വീർത്തിരിക്കണേ അതുപോലെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കണേ കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാവും, ഞങ്ങളതൊക്കെ വിശദമായി നോക്കിയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നേക്കണേ, എന്തായാലും തൻ്റെ അമ്മ എവിടെ, അമ്മേനെ ഇങ്ങോട്ട് വിളിക്കുക, അവരെയും കസ്റ്റഡിയിൽ എടുക്കണം എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് സാറേ ഞാൻ വേണമെങ്കിൽ വരാം, അമ്മയെ കൊണ്ടുപോണ്ട, അമ്മയ്ക്ക് പ്രായമായതല്ലേ എന്ന് പറയുമ്പം പ്രായമായിട്ടും മരുമോളെ ഉപദ്രവിക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എന്തായാലും നിങ്ങൾ പോയി അവരെ പിടിച്ചുകൊണ്ട് വന്ന് കൂടെയുള്ള വനിതാ പോലീസുകളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് പുറത്ത് ആരോ വന്നു എന്ന് തോന്നിയിട്ട് ഇത് ആരാന്നറിയാൻ വേണ്ടി വന്ന് നോക്കണ പ്രതാപൻ്റെ അമ്മ കാണുന്നത് പോലീസുകാരെയാണ്. അപ്പോൾ തന്നെ പ്രതാപൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്നെയും പോലീസ് പിടിച്ചുകൊണ്ടുപോകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. ഈ സമയത്ത് വനിതാ പോലീസുകാർ എന്ന് ഇവരെ എല്ലായിടത്തും നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നീട് ഇവർ ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കണ കണ്ടിട്ട് വനിതാ പോലീസുകാർ അവരെ പിടിച്ച് വലിച്ച് ബലമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിടുമെന്ന് പറയുമ്പം നിങ്ങളെ വിടാം, നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വാങ്ങും പറഞ്ഞുകൊണ്ട് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും പോലീസുകാർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിൽ ജീപ്പ് വന്ന് നിർത്തിയതും പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും പോലീസുകാർ ജീപ്പിൽ നിന്നും ഇറക്കിയിട്ട് ഒരു പോലീസുകാരൻ പ്രതാപനെ വലിച്ചു വിടുന്ന് ആ ലോക്കപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ലോക്കപ്പ് പൂട്ടുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് കണ്ണനെ അനന്തുവിനെയൊക്കെയാണ്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവരെ സ്റ്റേഷനിൽ കയറ്റിൻ്റെ പകയും കൂടി അവരെന്നോട് തീർക്കൂലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ, ഇനി അവരൊന്നും ചെയ്യില്ല. അഥവാ ഇനി അവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം അവർക്ക് തന്നെയായിരിക്കും, നമുക്കൊന്നും സംഭവിക്കില്ല. എന്തായാലും ഇനി പ്രതാപൻ്റെ അമ്മേനെയും ഞാൻ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി അവർ ആരെയും ഉപദ്രവിക്കരുതെന്ന്. ആ സമയത്ത് മോഹിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.